യുഎസിൽ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് ലഭിക്കുന്നുണ്ടോ? ഓഗസ്റ്റ് മാസത്തിലെ പേയ്മെന്റ് ഷെഡ്യൂളും അധികമായി ലഭിച്ച പണം തിരികെ അടയ്ക്കേണ്ടതിലെ പുതിയ നിയമങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ SSA പുറത്തിറക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് സാധാരണ പോലെ വിതരണം ചെയ്യും. എന്നാൽ SSA മുൻപ് കൂടുതൽ പണം നൽകിയിട്ടുള്ള ആളുകളുടെ ആനുകൂല്യ തുകയിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അധികം പണം കൈപ്പറ്റിയവരിൽ നിന്ന് 50% വരെ തിരികെ പിടിക്കാൻ SSA തീരുമാനിച്ചിരിക്കുകയാണ്. ഓരോ മാസത്തിലെയും ആദ്യത്തെ ബുധനാഴ്ചകളിൽ ആണ് സാധാരണയായി സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് വിതരണം ചെയ്യുന്നത്. നിങ്ങളുടെ ജന്മദിനം 1-നും 10-നും ഇടയിലാണെങ്കിൽ ഓഗസ്റ്റ് 13-ന് പണം ലഭിക്കും. 11-നും 20-നും ഇടയിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് 20-നും 21-നും 31-നും ഇടയിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് 27-നും പണം ലഭിക്കും. 1997 മെയ് മാസത്തിന് മുൻപ് ആനുകൂല്യം ലഭിക്കാൻ തുടങ്ങിയവർക്ക് ഓഗസ്റ്റ് 1-ന് തന്നെ പണം ലഭിക്കും. സപ്ലിമെൻ്റൽ സെക്യൂരിറ്റി ഇൻകം അഥവാ SSI ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഓഗസ്റ്റ് 1-ന് പണം ലഭിക്കും. SSI എന്നത് കുറഞ്ഞ വരുമാനമുള്ളവർക്കും 65 വയസ്സ് കഴിഞ്ഞവർക്കും അന്ധരായവർക്കും അംഗവൈകല്യമുള്ളവർക്കുമുള്ള ധനസഹായമാണ്. കുട്ടികൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. SSIക്ക് അപേക്ഷിക്കാൻ SSIയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെൻറ്റ് എന്ന് നോക്കാം. അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി ഒരു ഫെഡറൽ പദ്ധതിയാണ്. ഇത് യോഗ്യരായ വ്യക്തികൾക്ക് പ്രതിമാസ പേയ്മെൻറ്റുകൾ നൽകുന്നു. പ്രധാനമായി വിരമിച്ച തൊഴിലാളികൾ, വൈകല്യമുള്ള തൊഴിലാളികൾ, മരിച്ച തൊഴിലാളികളുടെ ആശ്രിതർ എന്നിവർക്കാണ് ഇത് ലഭിക്കുന്നത്. 1935-ലാണ് പദ്ധതി ആരംഭിച്ചത്. അമേരിക്കക്കാർക്ക് വരുമാനം ഉറപ്പാക്കുന്ന പ്രധാന അടിത്തറകളിൽ ഒന്നാണിത്. ഫെഡറൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻസ് ആക്ട് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് കോൺട്രിബ്യൂഷൻസ് ആക്ട് പ്രകാരമുള്ള നികുതിപ്പണമാണ് ഇതിന് പ്രധാനമായും പണം കണ്ടെത്തുന്നത്. നിലവിൽ ഒരു വിരമിച്ച തൊഴിലാളിക്ക് ഏകദേശം $1976 പ്രതിമാസം ലഭിക്കുന്നുണ്ട്. ഡിസബിലിറ്റി ബെനിഫിറ്റ്സ് ലഭിക്കുന്നവർക്ക് ഏകദേശം $1537 പ്രതിമാസം ലഭിക്കുന്നു. ഒരുമിച്ച് ആനുകൂല്യം വാങ്ങുന്ന ദമ്പതികൾക്ക് ഏകദേശം $3100 കൂടുതൽ തുക ലഭിക്കും. ഓഗസ്റ്റിലെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെൻറ്റിന് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. പേയ്മെൻറ്റ് വൈകുകയാണെങ്കിൽ പേയ്മെൻറ്റ് തീയതി കഴിഞ്ഞ് 3 പ്രവൃത്തി ദിനങ്ങൾ കാത്തിരിക്കുക. അതിനുശേഷം ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നിട്ടും പണം ലഭിച്ചില്ലെങ്കിൽ SSIയെ സമീപിക്കണമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ssa.gov/myaccount എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാനാകും. എന്താണ് ഓവർപേ റിക്കവറി എന്നുകൂടി നോക്കാം. SSA മുൻപ് കൂടുതൽ പണം നൽകിയിട്ടുള്ള ആളുകളുടെ ആനുകൂല്യ തുകയിൽ നിന്ന് പണം തിരികെ പിടിക്കുന്നതാണ് ഓവർപേ റിക്കവറി. കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ച പുതിയ നിയമം കൊണ്ടുവന്നത്. 2020 മുതൽ 2023 വരെ SSA ഏകദേശം $13.6 ബില്യൺ അധികമായി നൽകിയിട്ടുണ്ടെന്നാണ് SSAയുടെ ഇൻസ്പെക്ടർ ജനറൽ ഓഫീസിന്റെ കണ്ടെത്തൽ. ആനുകൂല്യം വാങ്ങുന്നവർ അവരുടെ വരുമാനത്തെക്കുറിച്ചോ ആരോഗ്യസ്ഥിതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചോ SSAയെ അറിയിക്കാത്തതാണ് ഇതിന് കാരണം. ഏപ്രിൽ 25-നോ അതിനുശേഷമോ നിങ്ങൾക്ക് ഓവർ പേയ്മെൻറ്റ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ SSIക്ക് നിങ്ങളുടെ പ്രതിമാസ ആനുകൂല്യങ്ങളിൽ നിന്ന് 50% വരെ തുക തിരികെ പിടിക്കാം. നേരത്തെ ഇത് 10%. മുൻപ് 100% വരെ തുക പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അതിനുശേഷമാണ് ഈ മാറ്റം വരുത്തിയത്. നിങ്ങൾക്ക് ഓവർ പേയ്മെൻറ്റ് ലഭിച്ചുവെന്ന് തോന്നുകയാണെങ്കിൽ ഈ തുക താങ്ങാൻ കഴിയില്ലെങ്കിൽ ssa.gov എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യുകയോ ചെയ്യാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.